2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അവതരിച്ചു കഴിഞ്ഞു. കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം ഇപ്പോൾ മീഡിയയോടൊപ്പം പങ്കുവെക്കുകയാണ്. നമസ്കാരം മിസ്റ്റർ. ഈ ബജറ്റിനെ ഭാവിയിലേക്കുള്ള ഒരു ബജറ്റ് എന്ന് പറയാനാണോ അങ്ങ് ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും ബജറ്റുകൾ നമ്മുടെ ഭാവിയിലേക്ക് കൂടുതൽ മെച്ചപ്പെട്ട വളർച്ചയുണ്ടാക്കാൻ, നാട് കൂടുതൽ മുന്നേറാൻ പറ്റുന്നതായിരിക്കണം. ആ കാഴ്ചപ്പാട് വെച്ചിട്ട് കുറേയേറെ കാര്യങ്ങൾ ഏറ്റവും പുതിയ ലോകത്തുണ്ടാവുന്ന പ്രവണത കൂടി മനസ്സിലാക്കി കൂടുതൽ നമ്മുടെ പുതിയ തലമുറയ്ക്കുൾപ്പെടെ ജോലി കിട്ടാനും പുതിയ കാര്യങ്ങൾ ചെയ്യാനും പറ്റുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണുള്ളത്. അത് പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയുള്ള ബജറ്റാണ്. പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് ആ മേഖലകളിലൊക്കെ ഉള്ളവരായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് പല പോയിന്റുകളും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പം വന്നേക്കുന്ന പല കാര്യങ്ങളും. ഇപ്പോൾ കോപ്പറേറ്റീവ് ഹൗസിങ് വലിയ ടെക്നോളജി അല്ല, പക്ഷേ നമുക്കറിയാം നഗരങ്ങളിൽ വലിയ വില കൂടിയ വീടുകളാണ്, ഫ്ലാറ്റുകൾ, അല്ലെങ്കിൽ ലൈഫ് പദ്ധതി, അതെല്ലാവർക്കും കിട്ടത്തില്ല. അപ്പം ഒരു ഇടത്തരം വരുമാനക്കാരനായ ആൾക്ക് ബഡ്ജറ്റ് ഭവനങ്ങൾക്കുള്ള സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ചും കേരളത്തിൽ ഇത്തരം ഒരു മാസീവ് സ്കീമില്ല. അത് ഒരു 1 ലക്ഷം വീട് എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്തിക്കാൻ പറ്റുന്നേ ഉള്ളൂ 2 വർഷം കൊണ്ട്. ആളുകൾ ആ ആറ്റിറ്റ്യൂഡിൽ വന്നിട്ട് ഇപ്പം ഒരു 10 പേര് ചേർന്ന് ഒരു കോപ്പറേറ്റീവ് ഹൗസിംഗ് ഉണ്ടാക്കുക, അതിന് ചെറിയൊരു ഏതെങ്കിലും തരത്തിലൊരു ഇൻസെൻറ്റീവ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കണം, അത്രയും വീട് പുതുതു വരുന്നതിന്. അങ്ങനെ ചെയ്യാവുന്നൊരു സ്കീമാണ് പറഞ്ഞേക്കുന്നത്. അതൊരു നമുക്ക് ഗ്രാമത്തിൽ വീടുണ്ടാവും, പക്ഷേ നമ്മൾ എംപ്ലോയ് ചെയ്യുന്നത് സിറ്റിയിലാണെങ്കിൽ അവിടെ നമുക്ക് താങ്ങാൻ പറ്റാത്ത, നമ്മുടെ ആകെ വരുമാനം കൊണ്ട് മേടിക്കാൻ പറ്റാത്തൊരു ഒരു മിഡിൽ ലെവൽ വീടുണ്ടാക്കാം. ഇതൊരു വലിയൊരു പദ്ധതിയാണ്. ഞാൻ പറഞ്ഞത് സുഖമായിട്ട് പല വലിയ നഗരങ്ങളിൽ നടക്കുന്നതാണ്. ഇതുപോലെയാണ് GPU, പിന്നെ ഈ നമ്മുടെ AI ടെക്നോളജിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന സൗകര്യം, ഇതൊക്കെ ചെറുപ്പക്കാർക്ക് വേണ്ടി അതുപോലെ തന്നെ ന്യൂ ഇന്നിങ്സ്. ഞാൻ ചില കാര്യം പറയുന്നേ ഉള്ളൂ. 55, 60, 70 വയസ്സൊക്കെ ആകുമ്പോൾ ഒരു വ്യവസായം തുടങ്ങുന്ന ആളുകൾ ധാരാളമുണ്ട്. വളരെ പ്രശസ്തരായ കേരളത്തിലെ ആളുകൾ തന്നെയുണ്ട്. അവർക്ക് റിസോഴ്സസ് ഉണ്ടാവും, എക്സ്പീരിയൻസസ് ഉണ്ടാവും. അതിന് നമ്മൾ പ്രോത്സാഹിപ്പിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ പാലിയേറ്റീവ് ഗ്രിഡ്, സോഷ്യൽ, പിന്നെ ജീറിയാട്രിക് ഇഷ്യൂ, സോഷ്യൽ ഇഷ്യൂസ്, ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന തരത്തിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനൊരു വശത്തുകൂടി ഗ്രോത്ത്, മറുവശത്തുകൂടി സോഷ്യൽ സെക്യൂരിറ്റി എല്ലാം നോക്കുന്ന തരത്തിലേക്കാണ്. ഈ സാധാരണക്കാരടക്കം ഏറ്റവും ഉറ്റുനോക്കിയത് ഈ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നാണ്. കഴിഞ്ഞ 5 തവണത്തെ ബജറ്റിലും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്ന കാര്യമില്ലായിരുന്നു. നേരത്തെ ഈ CPMന്റെ നയമാണ് 2500 രൂപയിലേക്ക് എത്തിക്കുമെന്നുള്ള കാര്യം. പക്ഷെ ഇതുവരെയായിട്ടും അതിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ജനങ്ങൾക്ക് തന്നെ തോന്നില്ലേ പറ്റിക്കുകയാണെന്ന്? ജനങ്ങൾക്ക് അങ്ങനെ പറ്റിക്കുകയാണെന്ന് തോന്നുന്ന സ്ഥിതി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്ത എന്താ? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് വന്നു, യൂണിയൻ ബഡ്ജറ്റിൻ്റെ. വയനാട് ചൂരൽമലയിലുള്ള ദുരിതബാധിതർക്ക് പോലും ഒന്നും കൊടുക്കാതെ അർഹമായതുപോലും കിട്ടുന്നില്ല. സംസ്ഥാനത്തിൻ്റെ ടാക്സിൻ്റെ തരാനുള്ള അർഹമായതല്ല, അത് വെറുതെ ആരുടെ ഔദാര്യമൊന്നുമല്ല ചോദിക്കുന്നത്. അതിൽ നിന്ന് വലിയ വെട്ടിക്കുറവ് വന്നു. ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ നിങ്ങൾ പിന്നെ വളരെ പിന്നോക്കമായാൽ, സംസ്ഥാനത്തിൻ്റെ വികസനം അങ്ങ് തകർന്നാൽ ഞങ്ങൾ തരാം എന്നാണ് കേന്ദ്രമന്ത്രി പറയുന്നത്. ഇതൊക്കെ ആളുകൾ കാണുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ വലിയ കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് വലിയൊരു കുടിശ്ശിക വന്നിരുന്നു. ആ കുടിശ്ശിക കൊടുത്തു തീർക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 3 ഗഡുവും കൂടി പഴയത് കൊടുക്കാനുണ്ട്. അപ്പം സ്ഥിരം പെൻഷൻ കൊടുക്കുന്ന കൂടാതെ 3000 കോടിയും കൂടെ കൊടുക്കണം. അതിപ്പോൾ അടുത്ത വർഷം നമ്മൾ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നടത്തി സ്റ്റെബിലൈസ് ചെയ്ത് ചുമ്മാതെ പ്രഖ്യാപിച്ചിട്ട് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് സമയത്ത് 18 മാസം കാലം കൊടുത്തതേ ഇല്ല. നല്ലതുപോലെ കൊടുക്കുമെന്ന് പറയാം, ഒന്നും കൊടുക്കാതിരിക്കുക. നമ്മൾ കൃത്യമായിട്ട് എത്രയോ വർഷമായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഉറപ്പാക്കുക. കാലോചിതമായിട്ട് പറ്റുന്ന സാഹചര്യം അനുസരിച്ച് കൂടുതൽ വർധനയൊക്കെ വരിക എന്നുള്ളതാണ് കാണുന്നത്.